എല്ലാവർക്കും നമസ്കാരം. സോൾ എക്സ്പ്രഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഇക്കിഗൈ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ നാം എന്തിനു ജീവിക്കുന്നു, അതിലെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. നാം ജീവിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഇക്കിഗൈ ആണ്. ചിലർ അത് കണ്ടെത്തും, ചിലർ അതിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അതിലൂടെ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യവും ആഹ്ലാദവും കണ്ടെത്താൻ കഴിയും. അതിനായി നാം ഒന്നിൽ നിന്നും വിരമിക്കാതിരിക്കുക. ആരോഗ്യം അനുവദിക്കുന്നതുവരെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോ ദിവസത്തിനും ഓരോ ലക്ഷ്യമുണ്ടായിരിക്കണം. ജപ്പാനിലെ ജനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉത്സാഹമുള്ളവരാണ്. ദീർഘായുസ്സിനെ പറ്റി പറയുമ്പോൾ ലോകത്ത് മറ്റ് ജനങ്ങളെക്കാൾ കൂടുതൽ കാലം ഇവർ ജീവിക്കുന്നു. ക്യാൻസർ, ഹൃദ്രോഗം, ഗുരുതരമായ മറ്റു രോഗങ്ങൾ ഇവരിൽ കുറവാണ്. കൂടാതെ മറ്റു നാട്ടിലെ പ്രായമായവരെ പോലെയല്ല ഇവർ. ഇവരുടെ രക്തപരിശോധനയിൽ ചുരുക്കം ഫ്രീ റാഡിക്കലുകളെ കണ്ടെത്താനായുള്ളൂ. ഇതിന് ഒരു കാരണം ഇവർ വയറിൻ്റെ 80% നിറയുന്ന വിധത്തിലുള്ള ആഹാരം മാത്രമാണ് കഴിക്കുന്നത്. ഇവർക്ക് മറവി രോഗം വളരെ കുറവാണ്. സമൃദ്ധമായ പച്ചക്കറിയും പാൽക്കട്ടിയിൽ നിന്നുണ്ടാക്കുന്ന ടോഫു എന്ന ഭക്ഷണമാണ് ഇവരുടെ പ്രധാന ആഹാരം. 90 കഴിഞ്ഞവർക്ക് പോലും പാടത്ത് പണിക്ക് കാലത്ത് 5:30 എഴുന്നേറ്റ് പോകാൻ ഒരു പ്രശ്നവുമില്ല. ഇവർ കഠിന വ്യായാമം ചെയ്യാറില്ല. എന്നാൽ ദിവസവും സഞ്ചരിക്കുന്നു, നടക്കുന്നു, സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ പണിയെടുക്കുന്നു. ഇവർ MOI ഗ്രൂപ്പുകളിൽ അംഗമായി പ്രവർത്തിക്കുന്നു. ആർക്കെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ പരസ്പരം സഹായിക്കുന്നു. അതുവഴി പ്രതിസന്ധി വന്ന വ്യക്തിക്ക് മറ്റുള്ളവരോട് കൂടുതൽ അടുപ്പം തോന്നുകയും അങ്ങനെ ഇയാൾക്ക് പിന്തുണ ലഭിക്കുകയും അവർക്ക് ഒരു തരം സുരക്ഷിതത്വബോധം തോന്നുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ആധുനിക കാലത്ത് വിവിധതര രോഗങ്ങളും അകാല വാർദ്ധക്യവും വരാനുള്ള കാരണം എന്താണെന്ന്. നാം സ്വയം വിലയിരുത്തി നമുക്ക് അകാല വാർദ്ധക്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിരമിക്കാൻ ശ്രമിക്കാം. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ അടുത്തു തന്നെ ഉണ്ടാകും. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.